ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലാട. ഇത് പാൽപ്പാട പോലെ തന്നെ വളരെ സോഫ്റ്റായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൃദുലമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് പാലാട. അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റുമുണ്ട്. ഇത് ഞാൻ എണ്ണയില്ലാതെ ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ചിക്കൻ 1/2 കിലോയുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചിക്കന് വേണ്ടിയുള്ള മസാലയ്ക്കായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി അല്ലിയും എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിൽ കുറച്ച് മസാല കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ പെപ്പർ ചേർക്കാം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിൽ കുറച്ച് മല്ലിത്തണ്ട് കൂടി ചേർക്കാം. മല്ലിയിലയുടെ വേരോടുകൂടിയ തണ്ടാണ്. ഇതിലൊരൽപ്പം തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഇത് 2ാം പാലാണ്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി വേറെ ഒരു മസാലയും തന്നെ ചേർക്കുന്നില്ല. ഇതിനി ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് പിങ്ക് സോൾട്ടാണ്, 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിയിലയുടെ തണ്ട് ചേർത്തത് കൊണ്ടാണ് ഈ ഒരു കളർ വന്നത്, അല്ലെങ്കിൽ റെഡ് കളറായിരിക്കും. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല മണം കിട്ടും. കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. എന്നിട്ടിത് പാനിലേക്ക് മാറ്റാം. ഇനി ഇത് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലായിരിക്കണം ഇത് വേവിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ചിക്കൻ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ചിക്കൻ മാത്രമല്ല, ഏത് തരം മീറ്റ് ആയാലും സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ അത് ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിക്കണം. ഇപ്പോൾ ചിക്കനിലുള്ള മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. മസാല നല്ല വെന്ത് നല്ല ഫ്രൈയുമായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഒരു 1/4 കപ്പോളം ഒഴിക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ നിന്ന് ഊറി വരുന്ന എണ്ണയിലാണ് ചിക്കൻ റോസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. 4-5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് പാലാടയ്ക്ക് വേണ്ടിയുള്ള അരി അരച്ചെടുക്കാം. ഇത് സാധാരണ റേഷൻ പച്ചരിയാണ്. നന്നായി കഴുകിയ ശേഷം 3 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ്. ഇതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ കൂടി ചേർക്കാം. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ഏലക്കായ, 1 മുട്ട. ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ചിക്കൻ അടുപ്പിലിരിക്കുന്നത് മറക്കാൻ പാടില്ലല്ലോ. അതൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ചിക്കനിൽ ചേർത്ത തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വച്ചിട്ടാണ് റോസ്റ്റാക്കി എടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൽ അരയ്ക്കാനായിട്ട് 2 കപ്പ് തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അരി അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി കാണാൻ പാടില്ല. അരച്ചതിന് ശേഷം നമ്മളിത് അരിപ്പയിലൂടെ അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റും അത്രയും ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളം മുഴുവനായിട്ട് ചേർത്തിട്ട് അരിച്ചെടുക്കണം. അത് 2 പ്രാവശ്യമായിട്ടാണെങ്കിലും അങ്ങനെ അരിച്ചെടുക്കാം. ഇതുപോലെ അരിപ്പയില്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയിലൂടെ അരിച്ചെടുക്കാം. തേങ്ങാപ്പീരയും കുറച്ച് അരിയുടെ തരിയും മാത്രമാണ് ഈ അധികം വന്നിരിക്കുന്നത്. ഈ ഒരു ബാറ്റർ കൊണ്ടാണ് നമ്മൾ പാലാട ഉണ്ടാക്കുന്നത്. പാല് പോലെ വളരെ നേർത്തതാണിത്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പാലാട ഉണ്ടാക്കാം. ഇതിൽ ചേർക്കാനായിട്ട് ഒരു പകുതി സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ചിക്കനിൽ ഇങ്ങനെ കിടക്കുന്ന സവാള കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്പം പോലും എണ്ണ ചേർക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണിത്. പ്രായമായ ആൾക്കാർക്കും അതുപോലെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ റോസ്റ്റാണിത്.
ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കും. അതും നല്ല ടേസ്റ്റാണ്. ഇതിൽ ഒരു മേമ്പൊടിക്കായിട്ട് അല്പം നാരങ്ങ നീരൊഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഒരല്പം പുളി കിട്ടും. അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഈ നാരങ്ങ നീരൊഴിക്കുക. ഇനി ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചുകൂടി ഡ്രൈ ആയി പോകും. അപ്പോൾ ഉടനെ തന്നെ ഇതിനെ സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ സമയത്ത് ഇനി നമുക്ക് പാലാട കൂടി റെഡിയാക്കിയെടുക്കണം. പാലാടയ്ക്ക് വേണ്ടി ദോശ പാനാണ് യൂസ് ചെയ്യുന്നത്. ദോശ പാനിൽ കുറച്ച് വലിയ പാനാണെങ്കിൽ കുറച്ച് വലിയ പാലാട കിട്ടും. പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാൻ വലിയ രീതിയിലൊന്നും ചൂടാക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നാൽ മതി. അതുപോലെ മാവ് 1-2 പ്രാവശ്യം ഇതുപോലെ കോരി ഒഴിച്ചതിന് ശേഷം പാനിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ കൂടുതൽ മാവുണ്ട്, ഇത് ഞാൻ ഇത്രയും എടുക്കുന്നില്ല. ഇത് തിരിച്ച് ഈ പാത്രത്തിൽ തന്നെ ഒഴിക്കുകയാണ്. തവി കൊണ്ടാണെങ്കിലും കോരി ഒഴിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്യാപ്പ് വരും. ആ സമയത്ത് രണ്ടാമത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. വലിയ ദോശ പാൻ ആയതുകൊണ്ട് ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഫ്ലെയിം ഒരുപോലെ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് മടക്കിയെടുക്കാം. അത്രയ്ക്ക് ചൂടൊന്നുമില്ല, ചെറിയ തീയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരല്പം തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഈ പാലാട വെന്തോ എന്നറിയാനായിട്ട് ഇത് നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബബിൾസ് വന്നു തുടങ്ങും. ഇതെടുക്കാനായിട്ട് ചട്ടുകത്തിൻ്റെ പോലും ആവശ്യമില്ല. അത്രയ്ക്ക് എളുപ്പമാണ് ഇത് ഇളകി വരാനായിട്ട്. ഈ 1 കപ്പ് മാവ് കൊണ്ട് 9 പാലാട ഞാൻ ഉണ്ടാക്കി. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ ഇരുന്നാലും ഇത് ഇതേപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ മുട്ടയൊക്കെ ചേർത്തതാണല്ലോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ 10 പാലാട ഉണ്ടാക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഈ പാലാട. അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇതിൽ ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വിചാരിക്കുന്ന സമയത്ത് ഈ പാലാടയായിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. പാലാട വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോ ഓയിൽ ചിക്കൻ റോസ്റ്റും പാലാടയും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.